ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് രാവിലെ എഴുന്നേക്കാൻ കുറച്ച് വൈകിപ്പോയി. ഇപ്പം സമയം 7 മണിയായി. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഉറങ്ങിപ്പോയി. ഇന്ന് മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലേക്ക് വരുന്നു. ഇനി എൻ്റെ കൂടെ ഇവിടെ ഉണ്ടാവും. ഞാൻ വേഗം വീടൊക്കെ ഒന്ന് അടിച്ചുടച്ച് വൃത്തിയാക്കട്ടെ, എന്നിട്ട് കാണാം. ഇന്നത്തെ ദിവസം ഏതാണെന്ന് അറിയാമോ? ധനുമാസത്തിലെ തിരുവാതിരയാണിന്ന്. ധനുമാസത്തിലെ തിരുവാതിര രാത്രി 8 മണി മുതലാണ് ആരംഭിക്കുന്നത്. ഈ സമയം മുതൽ സ്ത്രീകൾ ഉപവാസം തുടങ്ങും. ശിവനെയും പാർവതിയെയും മനസ്സിൽ സ്മരിച്ച് വീടുകളിൽ വിളക്ക് തെളിക്കും. ഈ ദിവസം ശിവഭഗവാനെ പ്രാർത്ഥിച്ച് ആരോഗ്യവും കുടുംബ സൗഖ്യവും ആഗ്രഹിച്ചാണ് നോമ്പെടുക്കുന്നത്. തിരുവാതിര നോമ്പ് ആരംഭിക്കുന്നത് കുളിച്ച് ശുദ്ധിയോടെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ശിവന് നേദിച്ച ഇളനീരും പഴവും കഴിച്ചുകൊണ്ടാണ്. ഇതോടൊപ്പം ശിവന് നേദിച്ച 101 വെറ്റിലയും തയ്യാറാക്കും. നോമ്പ് കഴിയുന്നതുവരെ ആ വെറ്റില മുറുക്കിയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്. തിരുവാതിര ദിനത്തിലെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ഗോതമ്പ് കഞ്ഞിയും പുഴുക്കും ഇഞ്ചിത്തൈരുമാണ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ കുളത്തിലേക്ക് പോയി തുടിച്ചു കുളിച്ച് പുതുവസ്ത്രങ്ങൾ ധരിച്ച് എല്ലാവരും കൂടി തിരുവാതിര കളി കളിക്കും. രാത്രി ഉറക്കമൊഴിച്ചിരിക്കും. അതിനുശേഷം പാതിരാപ്പൂ ചൂടും. ഇന്ന് രാത്രി 8 മണിക്ക് തുടങ്ങുന്ന തിരുവാതിര വ്രതം നാളെ വൈകുന്നേരം 5:30 അവസാനിക്കും. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് വേണ്ടിയും കന്യകകൾ നല്ല പങ്കാളിയെ ലഭിക്കുന്നതിനും നല്ല കുടുംബജീവിതം ലഭിക്കുന്നതിനുമായി തിരുവാതിര നോമ്പെടുക്കുന്നു. ധനുമാസത്തിലെ തിരുവാതിര പ്രണയത്തിന്റെയും ഭക്തിയുടെയും കരുതലിന്റെയും വ്രതമാണ്. അപ്പൊ എന്റെ തിരുവാതിര ഒരുക്കങ്ങൾ കാണാൻ നിങ്ങൾ റെഡിയല്ലേ? എന്റെ സാരി എങ്ങനെയുണ്ട്? പുതിയ സാരിയാ. ഞാൻ നമ്മുടെ പറമ്പിലേക്കൊന്ന് പോയിട്ട് വരാം. അവിടുന്ന് കുറച്ച് കരിക്ക് കൊണ്ടുവരണം. ഇന്ന് വൈകിട്ട് കരിക്കും പഴവും മാത്രം മതി. ഞാൻ 2 കരിക്ക് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് പണിക്കാർ വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരും. എനിക്ക് മാത്രമല്ലല്ലോ, വീട്ടിൽ കുറേ ആളുകൾ വരും. എല്ലാം പൂജാമുറിയുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എനിക്ക് അടുക്കളയിൽ കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് സെറ്റ് സാരിയൊക്കെ ഉടുത്തു വരാം. ഞാൻ സെറ്റ് സാരിയൊക്കെ ഉടുത്തു വന്നു. എല്ലാവരും വരുന്നത് നോക്കിയിരിക്കുകയാണ്. എല്ലാവരും എത്തി. ഇനി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ തിരുവാതിര വ്രതം ആരംഭിക്കാം. അതെ, അവരെല്ലാവരും നടുമുറ്റത്തുണ്ട്. ഞാൻ ഈ കരിക്കിൻ വെള്ളവും പഴവും ഒക്കെ അവിടെ കൊണ്ടുവയ്ക്കട്ടെ. ഞങ്ങൾ ആഘോഷങ്ങൾ തുടങ്ങി. നിങ്ങളോ? ഞങ്ങൾ കൈകൊട്ടിക്കളി തുടങ്ങാൻ പോവാണ്. ഇന്ന് രാത്രി ഉറങ്ങാനാവില്ലല്ലോ. കുറച്ചുനേരം കളിക്കും, പിന്നെ കുറേ വിശേഷങ്ങൾ പറയും, വെറ്റില മുറുക്കും, പിന്നെ പാതിരാപ്പൂ ചൂടും.